സിനിമ ഹച്ചിരിമ തിടുക്കത്തിൽ അരങ്ങത്തൊന്നുദിച്ചിടണ്ടേ ഒരു വരമതു സിനിമ സിനിമ എടുത്തിട്ടൊന്നുരച്ചിടണ്ടേ ഓ ദൂരെ ദൂരെ ചിരിമ ദൂരത്തല്ലോ താരം ചാരത്തുണ്ടല്ലോ അമ്മേലെ കുട്ടി ചാടിക്കേറാം താരക്കൂട്ടത്തിൽ നീയും കേറിക്കൂടണ്ടേ അമ്മാനെ തേടി പാറിപ്പോകണ്ടേ സിനിമ ചിരിമ സിനിമ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. ചിരി നിറഞ്ഞ ഈ തമാശ കൊട്ടാരത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ചിരിക്കാൻ വേണ്ടി മാത്രം സ്വാഗതം ചെയ്യുന്നു. ഇത് ഭീമ സിനിമ ചിരിമ. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വീണ്ടും വന്നു അല്ലേ? ഞങ്ങൾ ഈ കടലിൽ പോയിട്ട് മരങ്ങൾ വെട്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. ഗോപിയെ എനിക്ക് കീർത്തിയാക്കറ കിട്ടിട്ടോ കഴിഞ്ഞ ആഴ്ച. ഗുഡ് ബൈ. ഭീമ സിനിമ ചിരിമ. செமப்பு கலர் காபினி எத்தனை வாங்கி தந்தே ராசதி எத்தனை வாங்கி தந்தே மஞ்சள் பூ போட்டுள்ள செமப்பு கலர் காபினி எத்தனை வாங்கி தந்தே ராசதி எத்தனை வாங்கி தந்தே பல பேரு கூட்டு வருவாளடி என் கண்மணி என்னை மறந்திடவே. காலேஜுக்கு போகும்போது உங்கிட்ட பல பேரு கூட்டு வருவாளடி என் கண்மணி என்னை மறந்திடவே. பாலால் குளிப்பாலும் தேனால் குளிப்பாலும் காக்கை வெளுக்காதடி எங்கண்ணம்மா காக்கை வெளுக்காதடி. பாலால் குளிப்பாலும் தேனால் குளிப்பாலும் காக்கை வெளுக்காதடி எங்கண்ணம்மா காக்கை வெளுக்காதடி. കണ്ണിമാങ്ങ പ്രായത്തിൽ എന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ മുന്നരേ മാമ്പഴമാ
ഈ സിനിമാ വേദിയിൽ 2 മിമിക്രി കലാകാരന്മാർ വരുന്നുണ്ട്. മണിക്ക് സുപരിചിതരാണ് രണ്ടുപേരും. അവരെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. കലാഭവൻ സിനാജും മാള പ്രമോദും. സിനാജ് സിനിമാ താരങ്ങൾ ഒരുപാട് അനുകരിക്കും. സിനാജ് അല്ലേ? ഒത്തിരി എനിക്കത് ഇഷ്ടപ്പെട്ട, ശരിക്കും എടുത്തു പറയാം, മനസ്സറിഞ്ഞ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രകാശ് രാജ് എന്ന് പറയുന്ന ആ വലിയ നടൻ്റെ ശബ്ദം വളരെ മനോഹരമായിട്ട് സിനാജ് അനുകരിക്കുന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാമോ? ഓ തീർച്ചയായിട്ടും. ഈ അന്യൻ എന്ന സിനിമയിലെ പ്രകാശ് രാജും അമ്പിയും അന്യനും ഇവർ 3 പേരുള്ള ക്ലൈമാക്സ് പോർഷൻ ചെയ്യുന്നേ, അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. മനസ്സുകൂടത്ത് ഇത് പല്ലടിച്ചുകൊണ്ട് അവനെ സാധിക്കണമേ, നാളെ പെണ്ണടിച്ചു കിട്ടും അവനെ സക്കടിക്കണം. உனக்கு தயவு இருந்தா என்னை வந்து பண்ணிடாது. சொல்ல பெருமேல சத்துவங்க அந்த அச்சுகளையும் நான் பண்ணலை, பண்ணதை நான் தான். என்னை விடுங்க அம்பி விடுமானே. என்றா எம்ஜிஆர் பார்த்திருக்க, ரஜினி பார்த்திருக்க, கமல பார்த்திருக்க, சிவாஜி பார்த்திருக்க, உங்களை பின்னாடி பார்க்கலடா. கெட் லாஸ் கெட் லாஸ் கெட் லாஸ்டா. ഇനി ഒരു മെയിനായിട്ടൊരാളും കൂടി ഉണ്ട്, വടിവേലു സാർ. തീർച്ചയായിട്ടും கிளம்பிட்டையா கிளம்பிட்ட வேணா வலிக்குது ஆழத்துல வச்சுங்களா என்ன நாட்டு சாரைக்கடை அருவி களவாவா அப்படி போடு என்ன ஐயா ஓடும் நதி போல ஓடிய நதியா கடலா கடலையா பி கேர்ஃபுல் என்ன சொல்லா நாலாறு போல பி கேர்ஃபுல் கிளம்பிட்டையா கிளம்பிட்ட. പിന്നെ ചാക്യാരുടെ ഒന്ന് കാണാം അല്ലേ? ചാക്യാരുടെ അഭൗമ്യം ദസ്ത്യൗപാദിസ്ത്യൗപകം ദാദിസ്ത്യൗപകം. എന്താ അതിൻ്റെ അർത്ഥം? ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വായ തോന്നിയത് കോതയ്ക്ക് പാട്ടത്തിലൊക്കെ സംസ്കൃതം 2 വാക്ക് പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഈ ചിരിമയുടെ വേദിയിൽ വന്നിട്ട് ഒരു കൂത്ത് അവതരിപ്പിക്കാൻ അവസരം ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ സാധാരണ ക്ഷേത്രങ്ങളിൽ കൂത്ത് അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഇത്രയും സമ്പന്നമായൊരു സദസ്സിനെ കിട്ടാറില്ല. കാരണം 1, 2, 3, 4 ആളുകൾ ആലിൻ്റെ ചോട്ടിലിരുന്ന് മുറുക്കുണ്ടാവും. ചാക്യാർ വൃഥാവിൽ അവിടെ നിന്ന് കൂത്ത് അവതരിപ്പിക്കാനുണ്ടാവും. എന്താ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ കൂത്ത് അവതരിപ്പിക്കും? ആരാ നിൽക്കണത്? ഇവിടെ തന്നെ ഹനുമാൻ. ആളുടെ മുഖം ഹനുമാൻ്റെയും രൂപം ഭീമൻ്റെയും. ഇത് ഏതാ സൃഷ്ടി? ഇതാ കുഴപ്പം. ആളുകളുടെ മുഖത്ത് നോക്കി സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ആളുകൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാവും. ഇത് ചാക്യാർകൂത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് സിനാജാതികൾ കണക്കാക്കണം. കൂത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ചാക്യാരെ പിടിച്ച് കുത്താൻ നിൽക്കരുത്. മനസ്സിലായില്ല? അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്ഷേത്രങ്ങളിൽ കൂത്ത് അവതരിപ്പിക്കാൻ ആളെ കിട്ടാത്തതിൻ്റെ ഒരു കാരണം എന്താ? കാരണം ഇന്നിപ്പോൾ സാധാരണ രാവിലെ 8 മണിക്ക് പണിക്ക് പോയിട്ട് വൈകിട്ട് 6 മണിക്ക് ഒരു പണിയും കഴിഞ്ഞ് 6:30 കുടുംബത്തെത്തി 6:40 സ്നാനവും കഴിഞ്ഞ് 6:45 സന്ധ്യാനാമം എത്തിക്കാൻ എത്ര ആണുങ്ങൾ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും? എന്നുണ്ടോ കേരളത്തിൽ? അപ്പം ആര് ക്യൂ നിൽക്കും? ഇന്ന് കേരളത്തിൽ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടല്ലോ. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ക്യൂ എവിടെയെന്ന് പറയാമോ? പോയി നിൽക്കുന്ന സ്ഥലം തന്നെ പറഞ്ഞോളൂ. ഏയ് അതൊക്കെ പണ്ടല്ലോ. ഒന്ന് ബിവറേജിന്റെ ഒക്കെ കാലമൊക്കെ പോയി. ഇന്ന് പെൺവാണിപ്പ കേസിലായി. 1ഉം 2ഉം അല്ല, 200, 300 പേരെ ഒരു പെൺവാണിപ്പ കേസ്. ഒരു പെൺവാണിപ്പ കേസ് പിടിച്ചു കഴിഞ്ഞാൽ അതിലെ പ്രതികളെ നിരത്തി നിർത്താനുണ്ട്. പോലീസ് സ്റ്റേഷന്റെ മൈതാനം പോരാണ്ട് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം വാടകയ്ക്ക് എടുത്താലോ എന്നാ പോലീസ് ആലോചിക്കണേ. എന്താ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്രയധികം പീഡനങ്ങളും വാണിഭങ്ങളും ഉണ്ടാവുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ചാക്യാർക്ക് ഒരു പക്ഷമുണ്ട്. എന്താ പക്ഷം എന്ന് വെച്ചാൽ സ്ത്രീ ജനങ്ങൾ മാന്യമായി വസ്ത്രം ധരിച്ച് നടന്നാൽ തന്നെ പകുതി പീഡനവും വാണിഭവും കുറഞ്ഞു കിട്ടും അല്ലേ? ആ കൈയടിക്കണ വിദ്വാന് പെണ്ണുങ്ങൾ തീരെ തുണിയില്ലാണ്ടാണെന്നാൽ അത്രയും സന്തോഷം എന്ന് വിചാരിക്കണവനാ. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ചുരിദാർ എന്നൊരു വസ്ത്രമുണ്ട്. ആ വസ്ത്രത്തിനൊരു വെട്ടുണ്ടായിരുന്നു. 5 കൊല്ലം മുമ്പ് ചുരിദാറിൻ്റെ വെട്ട് എത്ര ഉണ്ടായുള്ളൂ? ഓരോ കൊല്ലം ചെല്ലും തോറും ചുരിദാറിൻ്റെ വെട്ട് ഇങ്ങനെ കയറാൻ തുടങ്ങി. ഇങ്ങനെ കയറി വന്ന അവസാനം ചുരിദാറിൻ്റെ വെട്ടിൻ്റെ ഉള്ളിൽ പെണ്ണുങ്ങളുടെ പള്ള ആണുങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെ കാണുമ്പോൾ നമ്മൾ ആണുങ്ങൾ നോക്കും ഇല്ലേ? എന്തിനാണ് ആ കൊശവ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ പള്ളമൊക്കെ? ഇനി അങ്ങനെ ആണുങ്ങൾ ആരെങ്കിലും നമ്മൾ ഈ ചുരിദാറിൻ്റെ വെട്ടിൻ്റെ ഉള്ളിൽ കൂടെ പള്ള നോക്കുമ്പോൾ പെണ്ണുങ്ങൾ ചുരിദാർ ഒരു പിടുത്തമുണ്ട്. അവളുടെ ആ പിടുത്തം കണ്ട് നമ്മൾ ആണുങ്ങൾ അത് വെട്ടിക്കൊടുത്തെന്ന് തോന്നും. ഇനി ചില ആണുങ്ങൾ അത്ര കേമന്മാരാവുണ്ട്. ചില ആണുങ്ങൾ പാൻറ് ഇട്ട് നടക്കുന്നുണ്ട് എപ്പോഴാണ് ഊരി പോകണമെന്ന് പറയാൻ പറ്റില്ല.
അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ മാന്യമായി വസ്ത്രം ധരിച്ചാൽ നമ്മളെക്കുറിച്ചുള്ള ഒരു ധാരണ സമൂഹത്തിനുണ്ടാവും. ആ ധാരണ നല്ലതാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നടക്കാം. മറ്റു കാര്യങ്ങളൊന്നും പറയാതെ ചാക്യാർ കൂത്തിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ കൂത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂത്തു താൽക്കാലികമായി നിർത്തുകയാണ്. പിന്നെ ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. ഇപ്പം നമുക്ക് കമൽ സാറ് മലയാള സിനിമയിൽ നിന്ന് മാറി, അല്ലെങ്കിൽ മലയാള സിനിമയിൽ തമിഴ് സിനിമയിലേക്ക് ചേക്കേറി സകലകല വല്ലഭനായി. അദ്ദേഹത്തിൻ്റെ മലയാളം ഡയലോഗ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും മാറാൻ നിൽപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കാം. കമലഹാസൻ സാറ് മലയാളം സംസാരിക്കുന്നത്. ഡേസി, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. വൺ തിങ്, നിന്നെ കാണുമ്പോൾ, നിന്റെ മുഖം കാണുമ്പോൾ ആകാശത്ര 100 നഷ്ടം ഡേസി. ഐ ലവ് യു. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ നിന്റെ മുഖത്ത് ഈ ചിരി വരാൻ പാടില്ല. ഗുഡ് ബൈ ആൻഡ് ഗുഡ് ബൈ. ഓക്കെ ഓക്കെ. അതിനുശേഷം നമ്മുടെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഭവം, കാരണം മലയാള സിനിമയിലെ തിലകൻ സാറും നെടുമുടി സാറും കൂടെ ചെയ്യുന്നൊരു ഡയലോഗുണ്ട് സ്പടിക്കും എന്ന സിനിമയിൽ. അത് നമ്മുടെ മനസ്സിൽ ഭയങ്കര ടച്ച് ചെയ്യുന്നൊരു ഡയലോഗാണ്. അപ്പോൾ അതൊന്ന് ഒന്ന് പറഞ്ഞു നോക്കാം. വീണ്ടും വന്നു അല്ലേ? ഞാൻ വന്നു. ചാക്കോ മാഷ കാണാനല്ല, ഞാൻ പിടിപ്പിച്ചെൻ്റെ കുട്ടികളെ കാണാൻ. എന്താ വിരോധമുണ്ടോ? നോളാൻസി സമസാലി ഒരു 1.5 ഗോൾഡ് മെഡലും അത്രയാണ്. അപ്പോൾ തൻ്റെ മോനോ തൻ്റെ കുപ്പായത്തിൻ്റെ കൈവിട്ട് ചെറുത്താൻ നേസംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞു. അവന് വരാം 18-ാം വട്ടം തെങ്ങുവച്ചു. അതിനെ കരിക്ക് വെട്ടി കുടിച്ച സാർ CPM മരിക്കൂ. ഓ, 18-ാം വട്ട തെങ്ങ് കിഴക്കൻ കാറ്റടിച്ച് തൻ്റെ നടുവും പുറത്തുള്ള താനതയും ഒന്നാന്തരം കാര്യം വീട്ടിയുണ്ടേ, അതിലിട്ട് അടിച്ചാൽ കേട്ടും. നീ പോവാം. വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ ആ ക്ലൈമാക്സ് രംഗം ഞാൻ മണിച്ചേട്ടനോട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ആസിന്തി, ഇന്റെ മച്ചേട്ടൻ ഒന്ന് ആറൊരു കാര്യം ഉണ്ട്. ഇന്റെ കൊച്ചേന്റെ ഒരു പാട്ട് വേണം. ഞാൻ മനസ്സിൽ കുത്തി കുറിച്ച ചെറിയ ഗാനം എല്ലാരും പ്രോത്സാഹിപ്പിക്കണോ, രക്ഷിക്കണോ? അല്ലേത് കേട്ടോളീൻ. കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാര് പണ്ടൊരു ചെണ്ട, കോലോണ്ടി തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കൃഷ്ണേട്ടാ, എന്റെ വാസത്തിന് കണ്ണി മീൻ കൊത്തി തോസാറുന്നോ തോസാറ് പാവോ തോസാറിഞ്ഞ് നിങ്ങളെ പോസ്റ്റാണ്ട് ചെയ്യേണ്ടത്. തോസാറ് പാവോ വാസ്തി കൊച്ചേട്ട് പോവാ. കണ്ണുള്ള ലോകം എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട. എനിക്ക് കാണണ്ട. താങ്ക് യു. ഇപ്പൊ എന്നെ പിടിച്ച് കൊല്ലരുത്, തോമസ് സാറ് പാവാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഗംഭീരായി. എന്തായാലും ഇപ്പൊ ഇവര് രണ്ടുപേരുണ്ടല്ലോ പെർഫോം ചെയ്തെങ്കിൽ പോലും ഞാനും പ്രമോദും കൂടി ഒരു ഐറ്റം ഇവിടെ പെർഫോം ചെയ്യാൻ പോവാണ്. സാറേ വരും സാറേ, വന്നാട്ടെ സാർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റല്. അത് പേഷ്യൻ്റാണ്, നമ്മുടെ പേഷ്യൻ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെൻ്റൽ ഹോസ്പിറ്റല്. അപ്പോൾ സാറേ ഒരു നന്ദി പറയാനുണ്ട് എനിക്ക്, നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ വരാനും. സാർ പേടിക്കാനില്ല സാർ, പേഷ്യൻ്റാ, പ്രശ്നക്കാരനല്ല. അതായത് നമ്മുടെ സാർ
പേടിക്കണ്ട സാർ. ഇല്ല, പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത് നമ്മുടെ ഈ പേഷ്യന്റിനെ കുറിച്ചൊക്കെ അറിയാനും നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാനൊക്കെയാണ് ഡോക്ടർ വന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ്? ഇതിന്റെ ഉദ്ദേശം എന്താണ് ഡോക്ടറെ? ഞാൻ എൻ്റെ പിന്നിലുള്ള കാര്യത്തെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അതുപോട്ടെ, കേരളത്തിൽ മാനസിക രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. മാത്രമല്ല, ഒരിക്കൽ മാനസിക രോഗമുണ്ടായാൽ അവർ മാനസിക രോഗ ആശുപത്രിയിലെത്തി ചികിത്സ കിട്ടി അവരുടെ മാനസിക രോഗം മാറിയാലും അവരെ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകുവാൻ അവരുടെ വീട്ടുകാർ തയ്യാറാകുന്നില്ല. അങ്ങനെ കേരളത്തിലുള്ള ഒരുപാട് മാനസിക ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളെ തിരിച്ചു വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴുള്ള ദൗത്യം. ഈ ദൗത്യത്തിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. കുഴപ്പമില്ല. ഞാൻ നിയമസഭയിൽ ഇതിലും വലിയ ആക്രമണം നേരിട്ട ആളാ. ഇതൊന്നും എനിക്കൊന്നും വലിയ കാര്യമുള്ള നല്ല കലാകാരനാ. പറഞ്ഞാട്ടും കുച്ചിപ്പുടി അങ്ങനെയുള്ള സാധനങ്ങൾ കളിക്കും. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരിട്ട് തന്നെ പേഷ്യന്റിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ കിടക്കുന്ന രോഗികളുടെ എല്ലാ പേരും വിവരവും ഫയലാക്കി എൻ്റെ ഓഫീസിലെത്തിക്കണം. അവരെ തിരിച്ചു വീട്ടിലെത്തിക്കാനുള്ളതാ. അത് തരാം സാർ, നേരിട്ട് കൊണ്ടുതരാം. കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് രോഗികളൊക്കെ ഒന്ന് പരിചയമായിട്ടൊന്ന് നേരിട്ടൊന്ന് സംസാരിച്ചാലോ? അല്ല, ഇവിടെ കറങ്ങി കിടക്കുന്ന ആളെ തന്നെ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. കുഴപ്പക്കാരനല്ല. ഹലോ, വരൂ. കണ്ടോ, ഇവരെ ഇങ്ങനെ കൈകാര്യം ചെയ്യണം. അദ്ദേഹം പന്തടിച്ചു, ഞാൻ പന്ത് പിടിച്ചു. അങ്ങനെ ഒരു കൈകാര്യം ചെയ്യാൻ പഠിക്കുന്ന ആളുകളെ. നമസ്കാരം. എന്താണാവോ ഇവിടെ ഒന്നും ഇങ്ങനെ കിടക്കാൻ കാരണം? അതായത് ഞാൻ പറഞ്ഞാലേ ഞാൻ ഈ ഞാനെന്ന് പറഞ്ഞ ഞങ്ങൾ ഈ കടലിൽ പോയിട്ട് മരങ്ങൾ വെട്ടി ജീവിക്കുന്ന ആൾക്കാരാ. കടലിൽ പോയിട്ടേ കടലിൽ പോയിട്ട് മരം വെട്ട്. എന്നിട്ട് അപ്പോഴാണ് പെട്ടെന്ന് ഫോൺ വന്നത്, അളിയന്റെ അനിയന് സീരിയസ് ആണെന്ന്. എന്നിട്ട് അപ്പൊ തന്നെ ഓട്ടോറിക്ഷ വിളിച്ചു, തെങ്ങിന്റെ മുകളിൽ കയറി. എന്നിട്ട് ഒരു ഉപ്പ് ടെസ്റ്റ് ഇടി. അപ്പൊ ദാഹം തീർന്നു. എന്നിട്ട് മുൻകരുതലുള്ള ആളാ. അപ്പൊ തന്നെ ദാഹം തീർന്നു. അപ്പോഴാണ് പറഞ്ഞ ബ്ലഡ് വേണമെന്ന്. എന്നിട്ട് അപ്പൊ നേരെ സ്റ്റേറ്റ് ബാങ്കിൽ പോയി. എന്നിട്ട് 2 കുപ്പി ബ്ലഡ്. സ്റ്റേറ്റ് ബാങ്കിൽ. എന്നിട്ട് അപ്പോഴാണ് അവിടെ പറഞ്ഞത് അളിയനും കൂടി ഇരുന്നിട്ട് ബീറിലിരുന്ന് ബാറടിക്കണം. എവിടെ? ബീറിലിരുന്നിട്ട് ബാറടിക്കണം. എന്നിട്ട് അഴിക്കരുത്, ഇനിയില്ല. കുളിക്കാൻ നിന്ന് അവിടെ നിന്ന് കൊണ്ടെന്താ നമ്മുടെ പാർട്ടിയുടെ ആളാ. അതെ. അപ്പോഴാണ് സംഭവം ഉണ്ടായത്. എന്നിട്ട് കണ്ണ് കണ്ടപ്പോ ബില്ല് തള്ളിപ്പോയി. അതൊക്കെ പോട്ടെ. എന്താ നിങ്ങൾക്ക് അസുഖം വരാനുള്ള ഒരു കാരണം? എന്താ അസുഖം വരാനുള്ള കാരണം? ഈ വൃത്തികെട്ട ഡോക്ടർ. അതെന്താ അങ്ങനെ? എന്താ കാരണം? ഈ കേരളത്തിൽ ഇത്രയും മഴ പെയ്തിട്ട് ഇവിടെ കറണ്ട് ഉണ്ടോ? അത് കറണ്ട് ഇല്ലാത്തത് വൈദ്യുതി ക്ഷാമത്തിന്റെ ഭാഗമായി. ആ ക്ഷാമം എങ്ങനെ ഉണ്ടായി? ഇടുക്കിയിൽ ഉണ്ടാക്കണ എല്ലാ കറണ്ട് ഷോക്ക് എനിക്കാ തരുന്നേ. പിന്നെ എങ്ങനെ ഇവിടെ കറണ്ട് ഉണ്ടാവാ? അത് ശരി. അതൊക്കെ ഇയാളാ എല്ലാം ചെയ്യണത്. അതൊക്കെ പോട്ടെ, എല്ലാത്തിനും ഞാൻ പ്രതിവിധി ഉണ്ടാക്കി തരാം. ഈ പ്രതിവിധി എല്ലാത്തിനും ഉണ്ടാക്കാൻ നിങ്ങളാരാ? ഞാനാരോ? അതെ, ഞാൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമാ VS അച്ചുമാ. മനസ്സിലായി. ആളുടെ പേര് പറഞ്ഞപ്പോ മനസ്സിലായില്ല. ഈ ആക്ഷൻ കണ്ടപ്പോ ആൾക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെ എന്റെ നാട്ടുകാർ എന്നോട് ചോദിച്ചു ഞാൻ ആരാണെന്ന്. അപ്പൊ ഞാൻ മറുപടി പറഞ്ഞു, ഞാനാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VS അച്ചുമാമാന്ന് പറഞ്ഞതിന്റെ പേരില എന്നെ പിടിച്ച് ഇതിനകത്ത് ഇട്ടേക്കണേ. ഇപ്പൊ രക്ഷപ്പെട്ടോ? അല്ല, ഞാൻ രക്ഷപ്പെടുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങളാണ് പ്രതിപക്ഷ നേതാവ്, നിങ്ങളാണ് അച്ചുമാമാന്ന് നിങ്ങളോട് ആരാവെന്ന് പറഞ്ഞേ? സാക്ഷാൽ ദൈവം താഴെ ഇറങ്ങി വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലട്ടോ. ഞാൻ തന്നോട് പറഞ്ഞാണോ? ഞാൻ മോളിൽ കയറിയിരിക്കല്ലേ, ഞാൻ താഴെ ഇറങ്ങൂല. ദൈവത്തിനോട് പറഞ്ഞു, എന്നോട്. ആരാണ് പകത്ത് കിടക്കേണ്ടത്, ആരാണ് പുറത്ത് കിടക്കേണ്ടത്? ഇതാണ് സ്വാമി വിവേകാനന്ദം പറഞ്ഞത്, കേരളം ഒരു ഭ്രാന്താലയം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും വരാം ഭീമ സിനിമ ചിരുമയിലേക്ക്. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഈശ്വര
സുരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ ഈശ്വരനൊക്കെ വല്ല കാര്യമുണ്ടോ? വിളിക്കാത്ത ഓരോ സ്ഥലത്തേക്ക് കയറിപ്പോവും, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. ഈശ്വരനാൻ പോലെ ഇതൊരു കഷ്ടം. മുതലാളി ആ മുതലാളി ആ പുട്ടുപൊടി അങ്ങ് പൈസ എടാ, രാവിലെ 6 കുറ്റി പുട്ടുണ്ടാക്കി വെച്ചിട്ട് പിന്നെ അത്ര ഇപ്പോഴേക്ക് തീർന്നു. വേഗം തരി, അത് തീർന്നു പോയി. അങ്ങനെ അത് ഞാൻ ഈ പീടികയിൽ ഇന്ന് നേരം വരെ ഒരാൾ കയറി വന്നില്ല, പിന്നെ എങ്ങനെ തീരാ? അത് ഞാൻ തിന്ന്. തെരി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക കുടിക്കാനുള്ള, അതുകൊണ്ടാണ് ഞാൻ തിന്ന്. എന്തിന്റെ വിശപ്പിന്റെ? അനക്കോ വിശപ്പിന്റെ ഗുളികയോ? അല്ല മോനെ, ഈ തെരി 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 എന്ന് പറഞ്ഞാൽ ഈ പീടികയിൽ എന്തെങ്കിലും ഒരു കച്ചവടം നടക്കണ്ട. ഇത് കണ്ടില്ലേ, ഈ ഓരോരുത്തർ വന്നിരുതാ സഹദേവൻ പറ്റ്, രാഘവൻ പറ്റ്, മറ്റവൻ പറ്റ്, പറ്റി 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 പറ്റി, ഇതന്നെയല്ലേ ഉള്ളൂ ഇവിടെ. അതിന്റെ അപ്പുറത്ത് നിങ്ങൾ നാട്ടെ ഇരിക്കാലേ. എന്താ പറ്റിച്ചെന്നായില്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാനില്ലാത്ത സമയത്ത് എന്നോട് ഞാനിവിടെ കണക്കെഴുതാൻ പറഞ്ഞല്ലേ? ഈ കണ്ടോരൊക്കെ വന്നു പോയതൊക്കെ എന്തിനാ ഇതിനകത്ത് എഴുതി വെച്ച്? ഞാനൊന്നും എഴുതിയില്ലല്ലോ. ഇതെന്താ കാണുന്ന? ആമിന വന്നൊരു പോക്കോ? അത് ആമിന വന്നൊരു പോക്കല്ല, ആമിന വന്നൊരു പേക്കാണ്. നല്ല വിദ്യാഭ്യാസമാണല്ലോ. പുട്ടുപൊടി വാങ്ങാൻ പൈസ തരി. പുട്ടുപൊടി വാങ്ങാൻ പൈസ തരുന്നിട്ട് ഇപ്പൊ പോയിട്ട് ഈ പുട്ടുപൊടി ഒക്കെ കൂടെ നനച്ച് കുഴച്ചിട്ട് ആക്കി വരുമ്പോഴേക്ക് ഉച്ചയാവും. അപ്പോഴേക്ക് രാവിലത്തെ ചായന്റെ ആൾക്കാരൊക്കെ പോകൂലേ? അയ്യോ 11:30 മണിക്ക് ഞാൻ എന്താ തിന്നുക? അത് ശരി, അതും എന്റെ അണ്ണാക്കിലേക്ക് കയറ്റാൻ, അല്ലാണ്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള അല്ലേ? എന്തോ ഒരു കഷ്ടം. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സുഖചികിത്സക്ക് വന്നതാ? അതിന് നിങ്ങൾക്ക് കൂലി തരുന്നുണ്ടോ? ഭക്ഷണം മാത്രമല്ലല്ലോ. അല്ല ഞാൻ ചോദിക്കട്ടെ, ശരാശരി ഒരു ചായപ്പീടിയിൽ നിൽക്കുന്ന ഒരുത്തൻ ഒരു ദിവസം എത്ര കൂലി ഉണ്ടാവും? 500 റുപ്യ അല്ലേ? ഇവിടെ നിന്ന് 3500 റുപ്യക്ക് ഡെയിലി നക്കുന്നില്ലേ? അത്രയും കുത്തി കയറ്റുന്നുണ്ടല്ലോ. അല്ല എന്നെ കൊണ്ട് ഇതൊന്നും നടക്കൂല എന്ന് അറിയുന്നതിനെ കൊണ്ടാണ് ഞാൻ. തീരെ നേരമില്ല. അല്ലാത്ത മൈസൂരാ ഊട്ടിയാ? നല്ല തണുപ്പില്ല എനിക്ക്. പോവാനാ പെട, എനിക്ക് നല്ല പെട കിട്ടേണ്ട സമയം. അല്ലട ഞാൻ ചോദിക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റാത്തതിനെ കൊണ്ടാണല്ലോ കഴിഞ്ഞ ആഴ്ച ഒരു ഹിന്ദിക്കാരനെ കൊണ്ട് ഓനവിടെ പോയി. ഓനവിടെ പോയിന്ന്? ഓൻ അടുക്കളയിൽ തിരക്കിട്ട പണിയിലാ. കണ്ടോ ഈ എത്ര കാലം എൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഓൻ കണ്ടില്ലേ ഇവിടുത്തെ ഭാഷ അറിയില്ല, ഭക്ഷണ രീതി അറിയില്ല, എന്നിട്ട് എത്ര ആത്മാർത്ഥമായിട്ട് അവൻ പണിയെടുക്കണേ. ഓൻ എന്താ ചെയ്യണ അവിടെ? ഉഴുന്നു പടച്ച് തോളാട്ടാ. വലിയ അധ്വാനമുള്ള പണിയാണല്ലോ. പിടിച്ചാലും വലുത് മാളത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു സ്ഥിതി. ഞങ്ങളോട് വർത്താനം പറഞ്ഞിരിക്കാൻ നേരത്തെ എനിക്ക് എന്തൊക്കെയോ പണിയുണ്ട് അടുക്കളയിൽ. എനക്കെന്താ എത്ര വലിയ അർജന്റ് പണി? ഞാന് ഇന്നലത്തെ ചോറിൽ ലേശം വെള്ളം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അകത്തേക്ക് ലേശം തൈരും പച്ചമുളകും മീൻകറിയും ഒക്കെ കൂടി കൂട്ടി മുണ്ടി ഇങ്ങനെ തിന്നാൻ നല്ല. ഞാൻ ഒരൊറ്റ ഞമ്മണ്ടി എടാ പീടിയാൽ ഇപ്പൊ തിരക്കാവൂടാ. എന്നാ ഞാൻ ആ തിരക്ക് കഴിഞ്ഞിട്ട് വരാം. എങ്ങോട്ട്? അല്ല സുരേന്ദ്രട്ടാ, എപ്പോഴേ വന്ന്? ഞാൻ വിഷുവിന്റെ ലീവിന് എത്തിയടോ. പട്ടാളക്കാർക്ക് വിഷുവിന്റെ ലീവോ? പട്ടാളക്കാർക്ക് വിഷുവിന് ലീവില്ല, പക്ഷെ എനിക്ക് ലീവ് എടുക്കാലോ. ആണാ? ആ എന്താ അങ്ങനെ? അത് മനേഷ് ഏട്ടൻ പറഞ്ഞ. മനേഷ് കുൽക്കർണി പാണ്ഡ്യയുടെ ഇന്ത്യൻ കരസേന മേധാവി. ആ മൂപ്പര് പറഞ്ഞ സുരേന്ദ്രൻ വന്നോട്ടെ പോയിക്കോട്ടെ, ഇഷ്ടമുള്ളത്ര ലീവ് എടുത്തോട്ടെ, ചോദിക്കണ പൈസ കൊടുത്താളെന്ന്. ഞാൻ ഇന്ത്യൻ പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിന്റെ ബഹുമാനം എപ്പോഴും ഉണ്ടല്ലോ. ആണോ? ഞങ്ങള് ഭയങ്കര വാടാ പോടാ ബന്ധമാണ്. അല്ല വിഷുവൊക്കെ അടിച്ചു പൊളിച്ചോ? വിഷുവൊക്കെ ബോംബ് പൊട്ടിച്ച് ആഘോഷിച്ചു. ബോംബോ? നിങ്ങൾ കൂടെ ഈർക്കിലി പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണ മാതിരിയല്ല, ഞങ്ങള് മിലിറ്ററിക്കാര് ബോംബ് പൊട്ടിച്ചിട്ടാണല്ലോ ആഘോഷിക്കുക. ഞാൻ ഇപ്രാവശ്യം വരുമ്പോ കുപ്പുവാരെന്ന് കുറച്ച് ബോംബും വാരിയിട്ടാ പോകുന്നത്. ഉപ്പും വാരിയിട്ടാ പോകുന്നത്? ഉപ്പും വാരിയിട്ടല്ലടോ, കുപ്പുവാരാന്ന് പറയുന്ന കാശ്മീരിലുള്ള ഒരു സ്ഥലം. ഈ പട്ടിക്കാട്ട് കിടക്കണ അണക്ക് എന്ത് കാശ്മീർ ഒന്ന് ഇവിടെ തന്നെയല്ലേ ജനിച്ച്? അതിന്റെ ഒരു തോൽവിയായിട്ട്. അങ്ങനെ നോക്ക്, ഇത് കേട്ട സംഭവം. ഞാൻ കുട്ടികൾക്ക് വിഷുവിനെ പൊട്ടിക്കാൻ വേണ്ടി കുറച്ച് ബോംബ് കൊണ്ടുവന്നു. കുട്ടികൾ ഇങ്ങനെ പടക്കം പൊട്ടിച്ച് കളിക്കുക വിഷുവിന്റെ അന്ന്. ഞാൻ എന്താക്കി, ഇവരൊന്ന് പേടിപ്പിക്കാ വിചാരിച്ചിട്ട് ഞാൻ മെല്ലെ മുണ്ടാണ്ട് അകത്ത് പോയിട്ട് ഒരു ബോംബ് എടുത്തോണ്ട് വന്നിട്ട് കടിച്ച് പറമ്പിലേക്ക് ഒരൊറ്റ ഒരൊറ്റ പൊട്ടല്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ ഗോപിയെ പറമ്പിലേക്ക് നോക്കുമ്പോ പറമ്പ് മൊത്തം കൂണ് മുളച്ചു പൊന്തിക്കുക. കൂണോ? ഈ ബോംബ് പൊട്ടണ ഒച്ച ഇട്ടിട്ട് കൂണ് വിചാരിച്ച് ഇടി വെട്ടിയാന്ന്. ഇടി വെട്ടുമ്പോഴാണല്ലോ കൂണ് മുളക്കിയ. അല്ല എന്നിട്ട് എന്ത് ചെയ്ത്? അന്ന് ഉച്ചക്ക് ആ കൂണും കൂട്ടിയിട്ടാണ് ഊണ്. രാത്രി സാറായിക്കണല്ലോ. അല്ലടാ ഇതിമ്പോൾ അതിശയനല്ലേ? ഇവനൊന്നായിട്ട് മെലിഞ്ഞൊന്നും തിന്നാൻ കൊടുക്കില്ല. ഒരു സാധനം തിന്നാൻ തരില്ലാന്ന്. എന്തിത്താണടാ ഇത്, ഒരു ബാലവേല. വെറുതെ അല്ല അവൻ പറഞ്ഞത് ശരിയാണല്ലോ. ഇവിടെ ഒരു പഴത്തിന് പോയാൽ ഇത്ര പൈസ ഒന്നുമില്ല. ഈ എടുത്തത് ഞാൻ തരാടോ, ഇതിന്റെ പൈസ ഇനി എത്ര വെച്ചാൽ ഞാൻ തരണ്ട്. കൊണ്ടാ പറ്റില്ല എഴുതിക്കോളൂ. തന്നെയാണ് പ്രശ്നം. എന്നൊരു മുഴുവൻ വന്ന് തിന്നിട്ടില്ല എല്ലാം ഇതിന്റെ അകത്ത് ഇങ്ങനെ എഴുതിക്കോ. ഈ പീഡ തുറന്നിട്ട് നേരം വരെ 1 ഉറുപ്പ്യ ഈ പെട്ടിയിൽ വീണില്ല. അതറിയങ്ങൾക്ക് അല്ലടോ, ഇവിടെ ഒന്നും ഇപ്പോഴും ഒരു പുരോഗമനം വന്നില്ലല്ലേ? എന്താ? ഇംഗ്ലീഷ് പേപ്പർ ഒന്നും ഇടയില്ല,
ഇംഗ്ലീഷ് പേപ്പറോ? ആ. ഇവിടെ മലയാളം തന്നെ വായിക്കാൻ അറിയില്ല. പിന്നെ ഞാൻ എനിക്ക് ഈ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ വായിച്ചിട്ട് ഇതിപ്പോ ഏതാ ഭാഷ തന്നെ മനസ്സിലായി. ഇത് ഏതാണ്ട് മലയാളം അത്. മലയാളല്ലേ? ആ മലയാളം. മൂപ്പർക്ക് മലയാളം വായിക്കാൻ അറിയില്ലാന്ന്. പാമ്പ് കടിയേറ്റ് മരിച്ചു. പാമ്പിന് അങ്ങനെ തന്നെ വേണം. എന്നും പാമ്പിന്റെ കടി ഇട്ടിട്ട് ഓരോരുത്തരും മരിക്കില്ല. അത് തിരിച്ചൊരു കടി ഇട്ടൊന്നും പാമ്പ് വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഇവന് ഭയങ്കര വിവരാണല്ലോടോ. പിന്നെ പാമ്പ് കടിയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച മരിച്ചുകൊണ്ടേനല്ലോ. അതറിഞ്ഞില്ല? അറിഞ്ഞില്ലേ? അയ്യോ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഞാൻ പറയുന്നത്, ഇംഗ്ലീഷ് പേപ്പർ ഇടയ്ക്ക് വായിക്കണം. പേപ്പറിലൊക്കെ ഉണ്ടല്ലോ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കാശ്മീരിന്റെ ഒരു ഇടവഴി കൂടെ രാത്രി ഇങ്ങനെ നടന്നു. ഒരു 9 മണിയായി ഉണ്ടാവും. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, കൂടെ ഒരു നായുണ്ട്. ആ നായി ഇവിടെ അല്ലേ, ഇത് ശരിക്കുള്ള നായി. അങ്ങനെ ഞാനിങ്ങനെ ഒരു ഇടവഴിക്ക് നടന്നു പോകുമ്പോ ഷൂ എന്ന് പറഞ്ഞിട്ട് ഒരൊച്ച. സംഭവം ഞാൻ കണ്ടില്ല. ഇതൊരു രാജവെമ്പാല ഇരുട്ടത്ത് ഇങ്ങനെ നിൽക്കുക, പത്തി മുടർത്തിയിട്ട്. പക്ഷെ മൃഗങ്ങൾക്ക് ഇത് ആദ്യം അപകടം കാണാൻ പറ്റും. ഈ പാമ്പിനെ കണ്ടിട്ട് നായി ഒരൊറ്റ ചീറ്റല്. പാമ്പാണെങ്കിൽ കൊരയോട് കൊര. അല്ല, പാമ്പ് ഒരൊറ്റ ചീറ്റല്, നായി ആണെങ്കിൽ കൊരയോട് കൊര. അങ്ങനെ ഞാൻ നോക്കുമ്പോ രാജവെമ്പാലതാ ഇന്റെ തലേന്റെ നേരെ ഇങ്ങനെ വന്ന് നിൽക്കുക. ഇപ്പൊ കൊത്തും കൊത്തൂലെന്നുള്ള ഇതില് ഞാൻ എന്താക്കി, ഒന്നും ചെയ്തില്ല. ഒരൊറ്റ കാര്യം പറഞ്ഞു, ഞാൻ ബോംബുകോരി സുരേന്ദ്രൻ. മിലിറ്ററിയിൽ എനിക്ക് ഭയങ്കര പേരാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയ ഞാനാന്ന് പറഞ്ഞു. ഇത്രയും കേട്ടപ്പോ പാമ്പിനോട് ഇങ്ങനെ 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 എന്താ പൊയ്ക്കോളി പൊയ്ക്കോളി പൊയ്ക്കോളിന്ന്. പാമ്പിന് വരെ നിങ്ങൾ സഹിക്കാൻ പറ്റില്ല അല്ലേ? ആ പഴമുണ്ട, അതിന്റെ പൈസ ഞാൻ തരില്ല കേട്ടോ. തന്നെയാ പറഞ്ഞ്. അപ്പൊ അക്ക ചോളം തുടങ്ങി. ഇത് എങ്ങോട്ടാണ് പോണത്? എന്തോ ഒരു കഷ്ടാണ് ഇന്നത്തെ ദിവസം. ആരെ കണി കണ്ട് തൊക്കെ. ആ ഒരു കച്ചവടം വന്ന്. എന്താ വേണ്ടത്? 4 പൊറോട്ട, ഒരു കോഴിക്കറി, ഒരു കോഴിക്കറി, ഒരു ചായ. ഇതെല്ലാം തിന്നണമെന്നുണ്ട്, പൈസ ഇല്ല. അപ്പൊ അർണൊക്കെ ക്യാൻസൽ ചെയ്താ? അയ്യോ അങ്ങനെ പറയരുത്. അന്നെ കണ്ടാൽ ടാറ്റേന്റെ മോനാന്നിട്ടും വിചാരിക്കല്ലോ. അങ്ങനെ പറയതേട്ടാ, 2 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്. അയ്യോ, പോകുമ്പോ സഹായി എന്നുള്ളൊരു ബോർഡ് കണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുന്നു മനസ്സിൽ. ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര വിഷമം. എന്താണ് കൊടുത്താളത്? എന്താണ് ഇങ്ങനെ സഹായിന്ന് ബോർഡും വെച്ച ഒരാളെയും സഹായിക്കില്ലല്ലോ. സെക്യൂരിറ്റി ഒന്ന് പറഞ്ഞു കൊടുക്ക്. സെക്യൂരിറ്റി ഞാൻ വീട്ടുകാരനാണോ? ഒന്ന് പറഞ്ഞു. വിശപ്പിന്റെ കാര്യങ്ങൾക്ക് ഇല്ല വിശ. അല്ല, എനിക്കെന്താ അറിയാം, സഹായിക്കാൻ മനസ്സിലായിട്ടൊന്നല്ല മോനെ. ഇന്ന് നേരം വെളുത്തിട്ട് ഇന്ന് നേരം പോലെ ഒരു ഉറുപ്പേന്റെ കച്ചവടം ഈ പെട്ടിയിൽ വീണില്ല. അതറിയാം എനിക്ക്. കൊടുത്താള് അവിടെ ഇരിക്കേ എന്തായാലും. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല. 4 പൊറോട്ട എന്ന് പറഞ്ഞാൽ എന്റെ വിശപ്പിനാന്ന് മനസ്സിലായി. പക്ഷെ കോഴിക്കറി എന്റെ അഹങ്കാരല്ലേ? അല്ല, കോഴി എന്റെ ആഗ്രഹം. എന്റെ ദുരാഗ്രഹ. കൊണ്ടേ കൊടുത്തേക്ക്. ഏതായാലും ഇന്നത്തെ ദിവസം പോയി. എന്തൊക്കെയാണോ പത്രത്തില് മൊത്തം വാർത്തകള്. ഇതെന്താ 4 പൊറോട്ട പറഞ്ഞിട്ട് ഇത് 3 ഉള്ളൂ? എന്താണ് 4 പൊറോട്ടയ്ക്ക് പറഞ്ഞിട്ട് 3 എണ്ണോ? നിങ്ങൾ പെട്ടെന്ന് ക്യാൻസൽ ചെയ്തപ്പോ ഒന്ന് ഞാൻ തിന്നു. അതിന്റെ ഇടയിൽ അതിങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ? അത് കൃത്യമായിട്ട് നടക്കൂ. എന്തോ ഒരു കഷ്ടാണ് ചെക്കനെ കൊണ്ട്. അല്ല, ഇത് പൈസ തരാത്തോണ്ടാക്കി ഇങ്ങനല്ലേ? എന്താ പ്ലേറ്റില് മുടി? പ്ലേറ്റിൽ ഒരു മുടി കിടക്കണം. ഇങ്ങനെയാണ് ഒരാൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കരുത്. ഞാനല്ല, ഞാൻ ഇന്ത്യക്കാരന് പറഞ്ഞു. ഓൻ നിങ്ങളെ പണിക്കാക്കി തന്നെ പബതായിട്ട്. ഓന് വൃത്തിയില്ലായിട്ടാണ് ഇതൊക്കെ. നിങ്ങൾ തന്നാ മതിയാ. പിന്നെ ഗോപിയെ എനിക്ക് കീർത്തിയാക്കറ കിട്ടിട്ടോ കഴിഞ്ഞ ആഴ്ച. നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടി. എനിക്ക് പടം ഇറങ്ങി 1 മാസം കഴിഞ്ഞപ്പോ മോൻ കൊണ്ട് തന്നീന് CD. CD അല്ലടോ, ഇത് മറ്റേ കീർത്തിയാക്കറ പദവി. നിങ്ങൾക്കോ? അയ്യോ, ഇതൊന്നും അറിഞ്ഞില്ലല്ലേ? ഞാനെങ്ങനെ അറിയാനാ? സംഭവം എന്താന്ന് വെച്ചാൽ ഞാനൊരു മിലിറ്ററിക്കാരനെ രക്ഷപ്പെടുത്തി. നിങ്ങളോ? അത് ശരി. അതായത് ഞാനൊരു ദിവസം, ഒരു ഞായറാഴ്ച ദിവസം, യുദ്ധമൊന്നും ഇല്ലാത്ത ദിവസം, ഞാനും എന്റെ കുറച്ച് മിലിറ്ററിയിലുള്ള കമ്പനിക്കാരും ഞങ്ങളൊന്നും അടിക്കുക ഇവരൊന്നും അടിക്കുക, ഞങ്ങൾ അങ്ങനെയാണല്ലോ. ഞങ്ങളിങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോ എനിക്കൊരു പൂതി, എവറസ്റ്റ് ഒന്നും കൂടെ കീഴടക്കിയാലോ. അങ്ങനെ ഞാനും ഇവര് കുറച്ച് ആൾക്കാരും കൂടെ കയറൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. കാശ്മീരിലെ തണുപ്പ് അറിയോ? അപാര തണുപ്പാണ്. അയ്യോ, ഈ മഞ്ഞുമലയിലേക്ക് ഞങ്ങൾ ഒരു കയർ ഇങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ട് ഇതിന്റെ മുകളിൽ പിടിച്ചിങ്ങനെ കേറുക. ഞാനാണ് ഏറ്റവും മുകളിലുള്ളത്. ഏറ്റവും താഴെ ബ്രിഗേഡിയർ സുഖദേവ് സിംഗ്. ഇവ ഇങ്ങനെ കേറുമ്പോ പിടുത്തം വിട്ട് മഞ്ഞിന്റെ ഉള്ളിലേക്ക് ഒറ്റ പോക്ക. പോയിട്ട് ഇവനെ കാണില്ല. പട്ടാളക്കാര് തെരഞ്ഞ് ഇത് പൊറാട്ടല്ല, തെരഞ്ഞിട്ട് ആളെ കിട്ടിയില്ല. അയ്യോ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോ മഞ്ഞുമലേന്റെ ഉള്ളിൽ നിന്ന് ആളെ കിട്ടി. എങ്ങനെ അറിയോ? ഒന്നായിട്ട് അന്റെ ഉള്ളിവട മാറി ഇത് അങ്ങനെ തണുത്ത് വിറങ്ങലിച്ചിട്ട്. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്ന അറിയാണ്ട് ആകെ ബേജാറായിട്ട് കുത്തിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ബേജാറാവണേ? ഞാനില്ലേ, ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഒരു അണ്ടാവിൽ ഇത്തിരി വെള്ളം ചൂടാക്കിക്കൊള്ളിയായിരുന്നു.
എടോ വലിയ ഉരുളി ആ, ഉരുളിയില്? ആ അതില് വെള്ളം ചൂടായിക്കോളി പറഞ്ഞു. അങ്ങനെ വെള്ളം അങ്ങോട്ട് ചൂടായി വരുമ്പോ ഇങ്ങനെ നിക്കണവനെ ഞാനെടുത്ത് ഈ വെള്ളത്തിലേക്ക് ഒരൊറ്റ ഇടല. കുറച്ച് കഴിഞ്ഞപ്പോ ആളത്താ നേരെയായിട്ടൊരു വരവ്. എന്നിട്ട് ഒരൊറ്റ സല്യൂട്ട് അടി താങ്ക് യു സാർ എന്ന് ഒരൊറ്റ പോക്കും. ഇപ്പൊ കണ്ണൂര് വർക്ക് ചെയ്യാൻ പോകും. ആ വെള്ളം എടുത്ത് കുടിച്ചോടാ. വേണ്ട, വയറ് നിറഞ്ഞു. ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ വയറ് നിറഞ്ഞു പോലേ. പിന്നെ ചൈനാ മതിൽ പൊളിഞ്ഞു കേട്ടോ. ഞങ്ങള് കുറച്ച് ആൾക്കാർ കെട്ടാൻ പോയി. അതിന്റെ കഥ പറഞ്ഞു. എന്റെ പൊന്നാര സുരേന്ദ്രേട്ടാ, ഇവിടെ ഇപ്പൊ അത്യാവശ്യം ഒരു കച്ചവടം നടക്കുന്ന സമയം. മതിൽ നമുക്ക് പിന്നെ കെട്ടാം. നിങ്ങൾ തൽക്കാലം ആ സിമെന്റും പൂഴിയും കൂടി ഒന്ന് കുഴച്ചാട വെക്ക്. വൈകുന്നേരം ആക്കാം. തിരക്ക് കഴിഞ്ഞിട്ട് പറയാം. അതാ നല്ലേ. അതേക്കും നന്നാവുക. ചേട്ടാ, ഓ വലിയ ഉപകാരം. ഇടയ്ക്കിടയ്ക്ക് പോരേണ്ടി. ഇപ്പം വെറുതെ കൊടുക്കും. ചേട്ടാ, വിശക്കുന്ന എനക്ക് നിങ്ങൾ ഭക്ഷണം തന്നല്ലോ. നിങ്ങളെ ദൈവം സഹായിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഇതൊരു ശീലാക്കരുത് കേട്ടോ. അത് തിന്നാനുള്ളതല്ല, പല്ല് കുത്തുന്ന. അതെനിക്കറിയാം. ഇത് മാത്രം അറിയാം അവന് കൃത്യമായിട്ട്. ആക്കിയൊന്നും അറിയില്ലാന്നേ ഉള്ളൂ. എന്തോ ഒരു കഷ്ടം ഇന്ന്. എങ്ങോട്ടാ അബദ്ധാ ഭക്ഷണം. ഞാൻ പൈസ കൊടുത്ത് കഴിച്ച് കെണിഞ്ഞു പോയതാ. ദയവായി മോനെ, നമ്മളെ പോലത്തെ മാന്യന്മാർക്ക് കഴിക്കാൻ പറ്റിയ സ്ഥലമല്ലേ ഇത്. വൃത്തികെട്ട ഭക്ഷണം. ഒന്നിനും പറ്റിയ ചേട്ടനെ കണ്ടു നന്നായി. ഞാനും പോയി അത് ശരി. ഇവിടെ വന്ന് മൂക്കുമുട്ട തിന്നാൻ പോലെ എന്നിട്ട് ഇവിടേക്ക് വരുന്ന ഒരു കച്ചവടം ഇല്ലാണ്ടാക്കി. ഇത് ഞാൻ പറഞ്ഞു, നിങ്ങളെ വാക്ക് കേട്ടിട്ടല്ലോ ഇപ്പൊ ഞാനോട് സഹായിക്കാൻ നിന്ന്. അനക്ക് വല്ല കാര്യമുണ്ടോ അതൊക്കെ കൊടുക്കണ്ട. ശരി. വരട്ടോ. മലയാളി എങ്ങോട്ടാ? എനിക്ക് എന്താണെന്നറിയില്ല, വയറ്റിനുള്ളിൽ എന്തൊക്കെയോ ഒരു തകരാറ്. അതുണ്ടാവുമല്ലോ, രാവിലെ മുതൽ ഇങ്ങനെ കയറ്റുമതിയല്ലേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഒക്കെ ഇറക്കുമതി നല്ലതാ. ഞാൻ ഒന്ന് പോയി സാമ്പാറിന്റെ ബക്കറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. സാമ്പാറിന്റെ ബക്കറ്റ് അത്. പിന്നെ ഇത് സാമ്പാറല്ലത്. ഞാൻ വിചാരിച്ച പച്ചള്ള 2 കഷ്ണം മുറിച്ചിട്ട് അളിൻ്റെ കൊണ്ട് തമാശ കളിക്കോനോ. സാമ്പാറിന്റെ ബക്കറ്റ് അല്ലേ വേണ്ട. ഞാൻ ചിലപ്പോ 2 വെള്ളപ്പം കറി തിന്നാ നേരെയാവും. അങ്ങോട്ട് വായി. ഗോപിയേ, ഇന്ന് ഞാൻ 2 ഈത്തപ്പഴം എടുക്കട്ടെ. ഈ പീടിയിൽ എവിടെ ഈത്തപ്പഴം? ഈത്തപ്പഴല്ലേ അത് പണ്ട് ഞാനൊരു ലഡു കൊണ്ടിട്ടാണ് അത് പാറ്റ വന്ന് മൂടിയത്. ഈത്തപ്പഴം ഒന്നല്ല, വെറുതെ തൊണ്ടേ കെട്ടാൻ പോയി. മിലിറ്ററിയിലായിട്ടാണ് വെടിവെച്ച് കൊന്നുണ്ടാവും. ആരാ, പാറ്റേനെയോ? അല്ല അന്നെ. ശരി. മാരി ഓരോ ഭക്ഷണവും കൊണ്ടുവച്ചിങ്ങാണ്ട് ഒരു കച്ചവടം വരുന്നുണ്ട്. നല്ല കച്ചവടാണല്ലോ നമുക്ക്. അല്ല, ഭക്ഷണം കഴിക്കാൻ വന്നല്ലേ? ഭക്ഷണം കഴിക്കാൻ വന്നു. നിങ്ങളായിട്ട് ആൾക്കാരെ കളിയാക്കുന്ന പരിപാടി കേട്ടോ. എങ്ങോട്ടാ പോണ്? ഊൺ തയ്യാറെന്ന് പറഞ്ഞ ബോർഡ് കണ്ടിട്ട് ഞാൻ ഉള്ളിൽ കയറി. ഉള്ളിൽ കയറിയൊക്കെ ഊൺ തീർന്നു. ശരിക്കും നല്ല മൊയന്താണല്ലോ. എടാ, കേരളത്തിൽ ഏത് ചായപ്പീടിയെ പോയാൽ ഈ ബോർഡിൽ 2 വശ ഉണ്ടാവുള്ളൂ. ഒന്ന് ഊൺ തയ്യാറും ഒന്ന് ഊൺ തീർന്നു എന്നുള്ള. ഞാനൊരു വശ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ശരി. ഭക്ഷണം കഴിക്കാൻ വന്നാണെങ്കിൽ മോനെ ഇരിക്കല്ലോ ഒരു മിനിറ്റ്. ഒരു കാര്യം ചോദിക്കട്ടെ. അല്ല, പൈസ ഉണ്ടാ കയ്യിൽ? ഒരുപാട് വൃത്തിയായിട്ട് വർത്താനം പറയരുത് കേട്ടോ. മാന്യന്മാരോട് ഇങ്ങനെ ഒന്നും സംസാരിക്കരുത് നിങ്ങൾ. അല്ല, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. എന്നെക്കാളും വലിയൊരു മാന്യപ്പം അവിടെ വന്നിട്ട് എനിക്കൊരു പണിയും തന്നു പോയത്. അതുകൊണ്ട് ചോദിക്കുക. ഹോട്ടലിൽ കയറുന്നുണ്ടെങ്കിൽ പൈസ വേണമെന്ന് എനിക്കറിയാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കണം എന്ന് എനിക്കറിയാം. ഇന്നെ കൊല്ലാൻ വരണ്ട. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, അതല്ല ഞാൻ ചോദിച്ചു. ഇവിടുന്ന് ഇപ്പൊ ഭക്ഷണം കഴിക്കണമെങ്കിൽ 100 റുപ്യ പോരെ? അത് ഈ കഴിക്കുന്നതിനനുസരിച്ചിരിക്കും. ഇത് മതി ഇപ്പോ. തൽക്കാലം അറിയുന്നോ എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോ. ഇതൊക്കെ എടുത്ത് മാറ്റിക്കാലോ അങ്ങോട്ട്. എടാ, എന്താ വേണ്ട വെച്ചാ കൊടുക്കേ. എന്താ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ബീഫ് കറി, പിന്നെ ചെമ്മീൻ വരച്ചത്, ചെമ്മീൻ കറി. ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഉള്ള ഒരു ഹോട്ടലിൽ നിങ്ങൾക്ക് പണിയായി തരാം. പറ്റി ഒന്നുമില്ല. ഉണക്ക ചോറും ഒരു അയില പൊരിച്ചതും. അയ്യോ, തിന്ന് 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 മടുത്തീന് മനുഷ്യന്. എന്നാ ചോറാച്ച ചോറെടുക്ക്. അല്ല, ഇവിടെ ഒന്നും കണ്ടങ്ങനെ പരിചയമില്ലല്ലോ. ഞാൻ കുറച്ച് ദൂരെയാ. കാശ്മീരിലാ? കാശ്മീരിൽ അത്ര ദൂരമൊന്നുമല്ല. ഒരു 3-4 സ്റ്റോപ്പ് അപ്പുറം. 4 സ്റ്റോപ്പ് അപ്പുറത്തല്ലേ? നിങ്ങൾ കാശ്മീരില്ല? ഞാൻ കാശ്മീരില്ല. 1962 ചൈന വാർ. പട്ടാളക്കാരനല്ലേ? മനസ്സിലായില്ലേ? ഓ, റിട്ടയർഡായ പട്ടാളന്മാരെ കണ്ട നല്ലോണം അറിയാൻ പറ്റും. അയില പൊരിച്ച എടുത്തങ്ങൾക്ക്. അയില പൊരിച്ച മതി മതി. എന്താണിത്? മര്യാദക്ക് തിന്നപ്പം വെട്ടിക്കാതെ ഞാൻ എന്നൊക്കെ കണ്ടിട്ട് അത് ഉണ്ടാക്കി വെച്ചേ. എന്റെ അമ്മ, ഈ അയില പൊരിച്ചൊക്കെ ഞാൻ തിന്നാനോ? ഇന്ന് അയ്യേ, ഇങ്ങോട്ട് വരി. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇതൊക്കെ ഇതിലൊരു പാറ്റ. എടേ ഇതാന്ന്. ഇതല്ലേ? 40 റുപ്യ ചോറ, 20 റുപ്യ എന്നാ. അത് ശരി. ലാഭല്ലടാ. എന്റെ പടച്ചോനെ, ലാഭല്ലേന്ന് നോക്കിയോനോട്. നല്ല ലാഭാ. ഇത് കണ്ട ഈ പാകിസ്ഥാൻ ഭീകരർ വെടിവെച്ച് കൊന്നു. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ടാവും. മിലിട്ടറിക്കാർക്ക് വല്ലാത്തൊരു ഇത്. ഒറ്റയ്ക്ക് കിട്ടിയപ്പോ വെടിവെച്ചേക്കും. ഇന്നതുപോലെ വെടിച്ച് കൊല്ലാൻ നോക്കിയാണല്ലോ. ഞാനൊരു ദിവസം
തടാക്കിലെ ലഡാകത്തിൽ കുളിക്കാൻ പോയത്. എവിടെ? അല്ല, ലഡാക്കിലെ ഒരു തടാകത്തിലെ കുളിക്കാൻ പോയതേനി. ഞാൻ ഒറ്റയ്ക്കാ പോയത്. യുദ്ധമൊക്കെ കഴിഞ്ഞൊരു ക്ഷീണത്തിലെ കുളിക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് ഞാൻ ഇങ്ങനെ കുളിക്കാൻ നിൽക്കുമ്പോ ചുറ്റും ഒരു 5-6 പാകിസ്ഥാൻ ഭീകരർ. ഇവര് ചുറ്റും നിന്നിട്ട് തലങ്ങും വിലങ്ങും വെടിയോട് വെടിയാ. അയ്യോ, ഒരൊറ്റ ഉണ്ട് എന്റെ മേത്ത് കൊണ്ടില്ല. ഞാൻ കുളിക്കാൻ വേണ്ടി എണ്ണയും തേച്ചിട്ടാണല്ലോ നിക്കണേ. ഈ ഉണ്ടേന്റെ മുകളിൽ ഇങ്ങനെ വന്ന് തട്ടിയിട്ട് ഇത് ഇങ്ങനെ സ്ലിപ്പായി പോവുക എണ്ണേന്റെ മുകളിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ പാകിസ്ഥാൻ ഭീകരരെ കിട്ടിയിട്ടുണ്ടെങ്കിലേ ഓരോന്ന് ഇവിടേക്കൊന്ന് കൊണ്ടുവരണോ? ഇവിടെ അതിശയനൊന്ന് വെട്ടിവെച്ചു കൊല്ലാനാ. അല്ല മോനെ, ഇത്ര പെട്ടെന്ന് മതിയായോ? ഞങ്ങക്ക് തൃപ്തിയായോ? പറഞ്ഞേ എന്റെ ഹോട്ടല് വല്ലാത്തൊരു ഹോട്ടലാണ്, പെട്ടെന്ന് തിന്നാ തൃപ്തി. അവിടെ ഇങ്ങനെ കുത്തിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആൾക്കാർ പെട്ടെന്ന് കച്ചവടം അവസാനിപ്പിച്ച് പോലത്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഇന്ന് ഹോട്ടൽ തുറന്ന് ഇന്ന് നിമിഷം വരെ ഒരു ഉറുപ്പേന്റെ കച്ചവടം പെട്ടിയിലും ഇല്ലാതെ നിങ്ങള് ഒരു ഉറുപ്പ പെട്ടിയിൽ വീണ്ട എന്തൊരു കഷ്ടമാണ് നോക്കി. ഇത് ഇങ്ങനെ വന്നു. അല്ലടോ, ഞാനിപ്പോ നമുക്ക് എന്ത് തരാണ്ടാവും? നിങ്ങൾ എത്ര ഉറുപ്പ തരാണ്ട്? 850 ഉറുപ്പയോളം നിങ്ങളെ പറ്റായിക്കിനെ. എന്തൊക്കെയാണ് ഒരു ചോറും 4 വെച്ചല്ലേ? 97. ബാക്കി മുട്ടയ എന്നാളി എന്താ എല്ലാ ഹോട്ടലും അങ്ങനെ തന്നെയല്ലേ, ബാക്കി മുട്ടയല്ലേ? ഇത് പോവില്ലടാ. എന്താ പോവാണ്ട്? അയ്യയ്യ, ഇത് കള്ളനോട്ടാ. അത് കള്ളനോട്ടോ? ഇത് കള്ളനോട്ട്. ഇതിൽ ഗാന്ധിജിന്റെ ഫോട്ടോ ഒന്നുമില്ല. ഇത് കള്ളനോട്ടാണ്ടത്. ഇത് ഞാൻ അടിച്ച നോട്ടൊന്നല്ലത്, എനിക്കറിയോ. കള്ളനോട്ടാണ്. ഞാൻ എന്നോട് വന്നപ്പോഴേ ചോദിച്ചാൽ എന്റെ അടുത്ത് പൈസ ഉണ്ടോന്ന്. പൈസ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കള്ളനോട്ടാന്ന് നീ പറഞ്ഞോ? കള്ളനോട്ടിന്റെ അടുത്തുണ്ടോ നിങ്ങൾ ചോദിച്ചിനോ? അത് ശരിയടാ. ഇത് എന്തൊരു കഷ്ടം. വേറെ പൈസ ഉണ്ടാ? എന്ത് പണി? ഞാൻ ഇന്നലെ പണി കഴിഞ്ഞിട്ട് മുതലാളി എനിക്ക് 100 ഉറുപ്പ്യ തന്നതാ. ആ 100 ഉറുപ്പ്യ നിങ്ങൾക്ക് കൊണ്ടു തന്ന്. ഈ 100 ഉറുപ്പ്യ നിങ്ങൾ ആർക്കാച്ചാ കൊടുത്താളിട്ടോ? ഇതെന്തോ ഒരു കഷ്ടാണ്. ഇത് വരുന്നവരൊക്കെ എങ്ങനെയാ? ഞാനിപ്പോ എന്താ ചെയ്യാ? ഇത് കള്ളനോട്ടാ ആണ്. ഇത് കയ്യിലേക്കണ രാജ്യദ്രോഹ കുറ്റാണ്, കീറിക്കാള്. അതെന്തായാലും നന്നായി. വേറെ എവിടെയും തന്നെ വെടിവെച്ച് ഞാൻ കൊന്നുണ്ടാവും. ഒരൊറ്റ കച്ചവടം മര്യാദക്ക് നടക്കില്ല. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അത് ചങ്ങായേ എടാ കേട്ടലാണല്ലോ. അതാണ്ട് കൊണ്ടക്കെടാത്തേക്ക് എടുത്തിട്ട്. നമസ്കാരം. നമസ്കാരം. ഇരുന്നോളി. ഒരു ചായ. ഒരു ചായ. ഒരു ചായന്ന്. കട്ടൻ ചായ ഉള്ളൂ, പാലില്ല. 5 ലിറ്റർ പാൽ കൊണ്ടുവന്നിട്ട് അവിടെ പോയി. അത് ഞാൻ കുടിച്ച്. എനിക്ക് പോഷകാഹാരത്തിന്റെ കുറവാ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഏത് ഡോക്ടർ പറഞ്ഞത്? ഡോക്ടറാണ് പറഞ്ഞത്? സതീഷ് ഡോക്ടർ. ആ ഡോക്ടറെ ഞാൻ മിക്കവാറും നാളെ പോയിട്ട് തല്ലി ഞാൻ കൊല്ലു. കുഴപ്പമില്ല, കട്ടൻ ചായ മതി. കട്ടൻ ചായ എടുത്തു കൊടുക്ക്. എന്തൊക്കെയാ ഇവിടെ ഇങ്ങനെ കണ്ടില്ലല്ലോ? ഇല്ല, ഞാൻ കുറച്ച് ദൂരത്തുനിന്നാ. കാശ്മീരിലാണോ? കാശ്മീരിലല്ല, കുറച്ച് അപ്പുറം. ആണോ? പിന്നെ ഈ നമ്മളെ ഈ സുരേഷിന്റെ വീട് എവിടെ? ഏതു സുരേഷാണ് ഇപ്പൊ? കാശ്മീരിലുള്ളതാണോ? ഈ നാട്ടിലെ സുരേഷ്. നിങ്ങളെ നാട്ടിലെ ഏതാണ്ടോ സുരേഷ്? ഇവിടെ ഉള്ള ഒറ്റ ഒന്നും ഞാനറിയില്ല. ഈ പട്ടിക്കാട്ടിലെ അവനോട് വെച്ചോളി. അല്ലാന്ന് നിങ്ങൾക്കറിയോ ഏതാണ് ഈ സുരേഷിന്റെ വീട്? സുരേഷ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു സുരേഷ് ഒന്നല്ലല്ലോ ഉള്ളത്. വീട്ടിൽ സുരേഷ് ഉണ്ട്, അണ്ണാക്കോട്ട സുരേഷ് ഉണ്ട്. അതിലിപ്പോ ആരെ തട്ടാനാ? അല്ല, അയ്യോ, തട്ടാനൊന്നല്ല, ഒന്ന് കാണാനാ. അതല്ല, ഒരു സ്വർണ്ണപ്പണിയൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്. സ്വർണ്ണപ്പണി ഇരിക്കുന്നു സുധാകരേട്ടന്റെ മോന് സുരേഷ്. നമ്മളെ മേത്തലെ. ഏത്? അമ്മ ഒളിച്ചോടി പോയ. നിങ്ങൾ അഭിപ്രായം എന്താ? കാര്യം എന്താ? ഒന്നുമില്ല, എന്റെ മോക്കൊരു കല്യാണാലോചന ആണ്. സുരേഷ് ആണ് ആള്. എങ്ങനെ ചെക്കൻ എങ്ങനെ കാണാം? അല്ല, ഓനെ പറ്റി പിന്നെ നമുക്ക് അങ്ങനെ വലിയ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. ഓനെ ഇവിടെ നമ്മൾ അറിയുന്ന ചെക്കനല്ല, പച്ചവെള്ളം പോലെ അറിയുന്ന സ്വഭാവം എങ്ങനെ? നല്ല ചെക്കനാ. ആണല്ലേ? കൂടുതലൊന്നും അങ്ങനെ പറയാനൊന്നുമില്ല. അല്ല, എന്നാലും നിങ്ങൾ പറയൂ, ഒരു പെണ്ണിന്റെ കാര്യമല്ലേ? അല്ല, ഞാൻ അങ്ങനെ കൂടുതലൊന്നും പറയില്ല. ഓനെ പറ്റിയാണ് എന്തായാലും പറയും. അതെന്താ അറിഞ്ഞു കൊടുത്താളെന്ന് പറഞ്ഞാൽ ഞാൻ ഓനെ പറ്റി എന്തെങ്കിലും പറയും. അത് ഓന്റെ ചെവിട്ടിലെത്തുകയും ചെയ്യും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഓനും കമ്പനിക്കാരൻ കൂടെ വെള്ളം അടിച്ചിട്ട് ഇവിടെ കയറി വന്ന് എന്റെ കോളർ കയറി പിടിക്കണം. എന്നിട്ട് ഈ ഭരണിയൊക്കെ എറിഞ്ഞ് പൊട്ടിക്കണം. അന്ന് ടീച്ചറെ മോളായിട്ടുള്ള പ്രശ്നത്തിൽ അന്നത്തോടുകൂടി ഞാൻ നിർത്തിയതാണ് ഓനായിട്ടുള്ള ഇടപാട്. എനിക്കറിയാം. ശരിയാവില്ല. ചായ വേണ്ട. ഓല്ലേന്ന് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കുടിച്ചോ. കുടുംബത്ത് കയറ്റാൻ പറ്റിയ നല്ല ചെക്കനാണ്. വന്ന് കയറിയതും പോയി. കണ്ടില്ലെങ്കിൽ ഒരു ഉറുപ്പേന്റെ കച്ചവടം ഇന്ന് പെട്ടിയിൽ വീണോ? എത്ര നേരായി ഓരോരുത്തർ വരിക പോയി. ഞാനിപ്പോ എന്താ ചെയ്യാ? എനിക്ക് ആകപ്പാടെ പ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്തോ ഒരു കഷ്ടം. ഇങ്ങോട്ട് ഞാൻ ചേച്ചി വീട്ടിക്കല്ലാണ്. ഇതിന്റെ ഇടയിൽ കൂടെ ഞാനിപ്പോ എന്തിനാണ് വീട്ടിലേക്ക് പോണത്? അതല്ലാന്ന് ബാങ്കിൽ നിന്ന് ജപ്തി ഞങ്ങളെ വീട്ടിൽ ആള് പോയിട്ടുണ്ട്. എന്റെ വീട്ടിലേക്ക് വേണം വരും. ബാങ്കുകാർ ജപ്തി ചെയ്യാനോ? എന്തോ ഒരു കഷ്ടമാണ്. ബാങ്കുകാർക്ക് വരാൻ പറ്റിയൊരു സമയം. ഞാനിപ്പോ എന്താ ചെയ്യാ? എന്താണ്ട് ബാങ്ക് ലോൺ നടക്കല്ലേ? ബാങ്ക് ലോൺ അടയ്ക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ല ഇവിടുത്തെ സ്ഥിതി. ഓരോരുത്തർ വരിക തിന്നാ പോവാന്നല്ലാണ്ട് ഒരു ഉറുപ്പേന്റെ കച്ചവടം നടക്കണ്ടേ? എന്നാലല്ലേ എനിക്കിപ്പോ ബാങ്കിൽ ലോൺ അടയ്ക്കാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ എന്താ ചെയ്യാ? നിങ്ങൾ എന്നൊന്ന് പറഞ്ഞു, ഞാൻ എന്താ ചെയ്യാ? എന്തായാലും ഇപ്പൊ നമുക്ക് ബാങ്ക് ലോണൊന്നും അടയ്ക്കാൻ പറ്റൂല. ആവൂലാന്ന്. ഇനിയിപ്പൊ ഈ ഒരു കാര്യം അങ്ങോട്ട് ചെയ്തോ. എന്റെ വീടിന്റെ പേരെന്തേനി? സഹായി. ഹോട്ടൽ സഹായി അല്ലേ? ഞാൻ ശരിയായി തരപ്പോ. ഹോട്ടൽ സഹായി.
സഹായിന്റെ അപ്പുറത്ത് ഞാനൊരു കുകാം കൂടെ അങ്ങോട്ട് ചേർക്കുക. എന്തിനാത്? സഹായിക്കുക. കൂടാണ്ട് പിടിക്ക്. ഇതെന്തിനാ ഇപ്പൊ എൻ്റെ അടുത്ത്? ഇതുമായിട്ട് നേരെ നാട്ടിലേക്കാണ്ട് ഇറങ്ങിക്ക്, ആരെങ്കിലും സഹായിക്കും. അയ്യോ ഹോട്ടൽ പൂട്ടണം ഞങ്ങൾ പറയുന്നത്. അടച്ചാണ്ട് പൂട്ടിക്കാണ്ട് നടക്കൂലെന്ന്. അല്ല മുതലാളിങ്ങൾ ഹോട്ടൽ പൂട്ടാൻ പോവുക? മോനെ എനിക്ക് വിഷമം ഉണ്ടാവുന്ന അറിയാം, പക്ഷെ വേറൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. ഈ പൂട്ടും താക്കോലും എടുത്തിട്ട് വാ. അതല്ല, അടുക്കളയിൽ ഒരു 10 പൊറോട്ട ബാക്കി ഉണ്ടായി, ഞാൻ എടുക്കട്ടെ. നമ്മുടെ ഈ സിനിമ പ്രോഗ്രാം കണ്ടിട്ട് മണിയുടെ ഒരു ആരാധകൻ ഒരു കത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ കത്ത് ഞാനിവിടെ വായിക്കാം. മറ്റൊന്നുമല്ല, സിദ്ദിഖ് സർ, ഞാൻ ഭീമ സിനിമയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഞാൻ കലാഭവൻ മണിച്ചേട്ടൻ്റെ വലിയൊരു ആരാധകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനമേളകൾ അവതരിപ്പിക്കുന്ന ചെറിയൊരു ഗായകൻ കൂടിയാണ് ഞാൻ. അദ്ദേഹത്തെ അകലെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും അടുത്ത് പരിചയപ്പെടാനുള്ള അവസരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇനി അദ്ദേഹം സിനിമയുടെ ഷൂട്ടിങ്ങിന് വരുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ അടുത്ത് പരിചയപ്പെടാൻ അവസരമുണ്ടാക്കി തരണമെന്ന് സാറിനോടും ഭാരവാഹികളോടും മഴവിൽ മനോരമയോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്ന് കൃഷ്ണദാസ്, തച്ചപ്പള്ളി ഹൗസ്, വെങ്കിടങ്ങ്, തൃശ്ശൂർ. വെങ്കിടങ്ങുകാരനാണ് ഈ കൃഷ്ണദാസ്. ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ കാണികളുടെ കൂട്ടത്തിൽ കൃഷ്ണദാസ് ഇരിപ്പുണ്ട്. ആയിരിക്കുന്നതാണ് കൃഷ്ണദാസ്. നമസ്കാരം. നമസ്കാരം. നാടൻ പാട്ടുകളൊക്കെ പാടോ? പാടും ചേട്ടാ. വെങ്കിടങ്ങ് നമ്മുടെ അറുമുഖം വെങ്കിടങ്ങേട്ടൻ എനിക്ക് നാടൻ പാട്ടുകളൊക്കെ എഴുതുന്ന ആളാണ്. അവരായിട്ട് അടുത്താണ്. ആണല്ലേ? എൻ്റെ പാട്ടിലെല്ലാം കേട്ടിട്ടുണ്ടോ? എല്ലാ പാട്ടും കേട്ടിട്ടുണ്ട്. എൻ്റെ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു 2 വരി 4 വരി പാടാവോ? തീർച്ചയായിട്ടും. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോനാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടി. ഇന്നും നിന്റെ വീട്ടിലെ കല്യാണാലങ്കാരം, ഇന്നെൻ്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടി. ഓട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. കാണും ചുമരും മേൽ ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോൾ ചിത്രം മായും. കുതിരയ്ക്കോ കൊമ്പില്ല, മുതിരയ്ക്കോ മധുരല്ല, പച്ചില പാമ്പിനോ പത്തിയില്ല. ഓടപ്പഴം പോലൊരു പെണ്ണിനെയും കിട്ടില്ല, കൂടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഓടപ്പഴം പോലൊരു പെണ്ണിനെയും കിട്ടില്ല, കൂടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടേ, കൂടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടേ, കൂടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടേ. ഗംഭീരായി. എന്തായാലും അതിൽ പറഞ്ഞ പ്രകാരം നേരിട്ട് കാണാനും കഴിഞ്ഞു, അടുത്തിരുന്ന് പാടാനും കഴിഞ്ഞു. വളരെ മനോഹരമായി പാട്ട് പാടും ചെയ്തു. അപ്പോൾ വലിയൊരു നാടൻ പാട്ടുകാരനായിട്ട് കൃഷ്ണദാസ് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനിയും ഒരുപാട് ചിരിക്കാഴ്ചകളുണ്ട് നമുക്ക് കാണാൻ. പക്ഷെ നമ്മൾ അതിനായി വെയിറ്റ് ചെയ്തേ മതിയാവൂ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു.